പുതിയ 2 വിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഒന്ന് കാണുമല്ലോ. ആ സിന്ധുവാ നമ്മുടെ മറ്റേ കക്ഷി. ഞങ്ങൾ അക്ഷയയില് പോയിട്ട് വരിക. ഞാനിപ്പോ അക്ഷയയിലേക്ക് പോവാൻ നിക്കാണ്. അതെ. ആ വയസ്സ് കാലത്ത് ഷൈനിങ് കണ്ടില്ലേ? വിളിക്കലില്ലേ മഹേഷ് വിളിക്കലില്ലേ? ഉണ്ട്, ഏട്ടൻ വിളിക്കാറുണ്ട്. എന്താ ആ പ്രതീക്ഷയും തകർന്നു. ഞാൻ അതിലിടയ്ക്ക് ഒന്ന് അങ്ങോട്ട് വരണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വരണ്ട ഒരു ദിവസം. അല്ല നിന്റെ വാട്സപ്പ് നമ്പർ മാറിയിട്ടുണ്ടാ? ആ നമ്പർ മൊത്തം ബ്ലോക്ക് ആയി പോയി. അപ്പൊ ഞാൻ മാറ്റിട്ട് വേറെ നമ്പർ എടുത്തു. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ, നമ്മൾ വിചാരിച്ചോ നല്ല ഊളി ഓൻ പോയ കാരണാവും ഇടയ്ക്കിടയ്ക്ക് ഈ സിമ്മ് മാറ്റില്ലേ. ഞാൻ വിചാരിച്ച പോലല്ല. പ്രവാസികളുടെ ഭാര്യമാരുടെ അവസ്ഥയൊക്കെ നമുക്ക് അറിയാം. ഇവന്റെ മൊത്തത്തിലുള്ള പെരുമാറ്റം ഒരു മുതലാളിയുടെ മോന് ചേർന്നതല്ല. ഞാൻ രാത്രി നോക്കുമ്പോ എപ്പോഴും ഓൺലൈനിൽ ഇങ്ങനെ കാണലുണ്ടേ. ആരേനായിട്ടാണ് ഈ ചാറ്റ്? അപ്പൊ നിനക്ക് രാത്രിയൊക്കെ നോക്കലേ പണിയില്ലേ? അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടാ, എനിക്ക് നല്ല ഇഷ്ടാ. ശരി എന്നാ. ആ പിന്നെ എന്റെ നമ്പറിന്ന് ഒരു ഹായ് ഇങ്ങോട്ട് വിടട്ടാ, പുതിയ നമ്പറിന്ന്. അത്രയും വേണോ? വേണം. ആ സന്തോഷേട്ടനോ? അല്ല എന്താ ഈ നേരത്തെ? എന്താ എന്റെ ഉദ്ദേശം? ഞാൻ വാട്സപ്പിൽ എത്ര മെസ്സേജ് അയച്ചെന്ന് അറിഞ്ഞാ? ആണോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഭയങ്കര ബിസി ആണല്ലോ. ആ മഹേഷേട്ടൻ വിളിച്ചോണ്ടിരിക്കരുതേ. മഹേഷ് ഏട്ടൻ വിളിക്കണ്. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്. നിങ്ങള് പ്രവാസികള് എപ്പോഴെങ്കിലൊക്കെ അല്ലേ പൂക്കൊള്ളൂല്ലേ? പറഞ്ഞ എന്റെ അർത്ഥം മനസ്സിലായോ? നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. നിങ്ങൾ എങ്ങനെ ഇതിങ്ങനെ സഹിച്ചു നിക്കണത്? നേരത്തും കാലത്തും പെണ്ണ് കെട്ടാത്തതിന് തകരാറാണേ. പ്രവാസികളുടെ ഭാര്യമാരുടെ വേദന അല്ലെങ്കിൽ പ്രവാസിയുടെ വേദനയൊക്കെ നമുക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കണത് വരുന്നതൊക്കെ. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. എന്താണ്ടോ ഒരു മൈൻഡ് ചെയ്യാത്ത കാര്യത്തില്. നീ സൂക്ഷിച്ചോ, ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാ. അല്ല വാടകയൊന്നും തരണ്ട. വാടകയൊന്നും തന്നില്ലെങ്കിൽ ഈ ഒന്ന് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ചേട്ടൻ ചെല്ല്, പകല് വാ. ഇതൊക്കെ ഒരു രസല്ലേ? എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. ഈ ഒന്നും ആരും അറിയാതെ ഒന്ന് സഹകരിച്ചാ മതി. ഇവിടെ ആരും അറിയാൻ പോണില്ല. ഇതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്. നിന്റെ ഓരോ ഉദ്ദേശവും എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. കാര്യം ഞാൻ നിങ്ങളുടെ വീട്ടിലായിരിക്കും താമസിക്കേണ്ടത്. പക്ഷെ ഇത് മോശം. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്ക. ആരും അറിയില്ല. മഹേഷ് അറിയില്ല. എനിക്ക് പറയാതിരുന്നാ മതി. വൃത്തികെട്ടവനെ. നിങ്ങൾ എന്താ വിചാരിച്ചേ? ഞങ്ങള് പ്രവാസികളുടെ ഭാര്യമാര് ഇതിന് ക്ഷാമം മുട്ടി നടക്കണെന്നോ? ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടായിരിക്കാം ഇതുപോലെ ചെയ്യുന്നത്. പക്ഷെ എല്ലാ പ്രവാസികളുടെ ഭാര്യമാരും ഇതുപോലെയല്ല. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. അറിയാതെ പറ്റിപ്പോയതാണ്. ഇനി അങ്ങനെ വരില്ല. ഈ ആരോടും പറയരുത്. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ പരവേശവും പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. പോയി കിടന്നു തുടങ്ങണം.